കൊതിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്ന് 1-ാം തീയതിയല്ലേ, അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ? ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. നമ്മുടെ വീട് തന്നെ ഞാൻ പറയത്തില്ലേ, ഒരു അമ്പലമാണല്ലോ ഒരു അപ്പോഴവിടെ വിളക്കൊക്കെ കൊളുത്തി തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാനോട് എല്ലാവരുടെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, എന്നെ കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഈ മാസം മുഴുവൻ തമ്പുരാനെ എല്ലാവർക്കും എന്താ ആയുസ്സും ആരോഗ്യവും സന്തോഷവും തരട്ടെ. അപ്പോൾ പരിപാടിയിലോട്ടൊക്കെ നമുക്ക് പോകാം. ഞാൻ എൻ്റെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, രാവിലെ മുതൽ ഭയങ്കര ബഹളം. പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ ഇരിക്കുവാണെന്ന് തോന്നുന്നു രാവിലെ മുതൽ. ഞാനും എന്തായാലും പക്ഷേ നേരത്തെ കിളിമക്കൾ വീട് വെച്ചപ്പോൾ ഇവിടെ ആയിരുന്നു കൂടിൻ്റെ വാതിൽ. ഇപ്രാവശ്യം അപ്പുറത്താക്കി, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാനെങ്കിൽ ക്യാമറ വെച്ച് ഇവിടെ വെച്ച് നേരത്തെയൊക്കെ നോക്കുമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ നോക്കുന്നത്. ഇപ്രാവശ്യം അപ്പുറത്താണ്. ഇനി മെനഞ്ഞാന്നും മഴ ഭയങ്കരമായിട്ടിപ്പം നമുക്കിവിടെ പെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ദൈവമേ ഇവരുടെ കൂടെ നനയുക. പക്ഷേ ഇവർ അതുപോലെ നല്ല ഇതായിട്ടാണ് കേട്ടോ അവർ ആ കൂടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ കിളിമക്കൾ രാവിലെ ഇങ്ങനെ അവരുടെ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക, കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് രാവിലെ ഇറങ്ങി കാണുമ്പോൾ നല്ല സന്തോഷം വരും കേട്ടോ. കുഞ്ഞിക്കിളികൾ ഇവിടെ കൂടുതലായിട്ടും കുഞ്ഞ് കിളികളും ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ നല്ല ഇതാട്ടോ, നല്ല സൗണ്ട്. കൂടുതലായിട്ട് പൂവുള്ളിടത്ത് എന്തായാലും തീർച്ചയായും ഇവരൊക്കെ വരും കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോഴേ കുട്ടിച്ചാത്തനൊക്കെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നതായിട്ട് എന്നെ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും വന്ന് എല്ലായിടത്തും വെള്ളമൊക്കെ ആവട്ടെ. അല്ലേ, ചിലയിടത്തൊന്നും വെള്ളമില്ല. അതൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ആവട്ടെ. നമുക്ക് മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം അല്ലേ. അപ്പോൾ ജീവിതത്തിൽ അതൊക്കെ തന്നെ അല്ലേ, സുഖവും വേണം, കുഞ്ഞു സന്തോഷവും വേണം, എല്ലാം വേണം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നിലവിലെ ആംബുലൻസ് ഇടിച്ച് മറിഞ്ഞ് ജോലി മരിച്ചത് നേരത്തെ ഇതിനകത്തുണ്ടായിരുന്നത്. നമ്മുടെ കിളിമക്കൾ രാവിലെ ബഹളമാണല്ലോ. അങ്ങനെ ഇന്നും നമുക്ക് ദോശയും
തേങ്ങാ ചമ്മന്തി ആയിരുന്നു. പക്ഷേ എനിക്ക് തേങ്ങാ ചമ്മന്തിയോട് അത്ര പോരാ. ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്കിന്ന് ഇതുമാതിരി മുളക് ചമ്മന്തി മതിയെന്ന്. അപ്പോഴിതേ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് നമ്മുടെ അമ്മ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. മുളക് പൊടി എടുക്കുക, കുറച്ച് ഉപ്പിടുക, തോനെയും വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഞാനുണ്ടാക്കുന്നതിനേക്കാളും എൻ്റെ മോനുണ്ടാക്കി തരുന്നത് എനിക്കിഷ്ടം കേട്ടോ. അപ്പോഴെനിക്ക് ഉണ്ടാക്കി തന്നതാണ് രാവിലെ. നല്ലതാണ് ദോശയ്ക്ക് കഴിക്കാൻ കേട്ടോ. ഇന്നലെ നമ്മുടെ വീട്ടിൽ ദോശയും ചമ്മന്തി ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴേ കഴിക്കട്ടെ. ഇന്ന് മീനൊന്നുമില്ല കേട്ടോ. മീനില്ലാത്തതുകൊണ്ട് ഞാൻ മടിയായിരുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. ഇവിടെ മീനില്ലാത്തത് കാരണം ഇന്ന് എല്ലാവരും സമരത്തിലാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നാമത്തെ ദിവസം ഇവിടെ മീൻ വാങ്ങിക്കത്തില്ല. നമ്മുടെ പൂച്ചമക്കളും നമ്മുടെ മനുഷ്യ കൊച്ചുങ്ങളും എല്ലാവരും ഇന്ന് സമരത്തിലാണ്. എന്താവോ എന്തോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ തീയൽ വെക്കാൻ പോവാം. മീനില്ലാത്ത ദിവസം ഞാനിവിടെ തീയലാണ് വയ്ക്കുന്നത്. അണ്ടിപ്പരിപ്പിട്ട തീയൽ കേട്ടോ. അതാണ് ഇവിടെ ഇഷ്ടം. കുറച്ച് പിന്നെ നമ്മൾ ചെറിയ സവാളയും ദൈവമേ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും പിന്നെ ഞാൻ ഒരു ഏത്തക്കയും കൂടി ഇടും. കല്യാണ സ്ഥലത്തൊക്കെ ഞാൻ ഏത്തക്ക ഇടത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ കുഞ്ഞൊരു ഏത്തക്ക ഇട്ട് നോക്ക്, നല്ല ടേസ്റ്റാണ് അതിന്. ഈ കല്യാണ സ്ഥലത്തൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോഴിപ്പം ഞാനൊരു ഏത്തക്ക ഇടും കേട്ടോ അതിനകത്ത്. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കട്ട് തിന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോഴിവിടെ മീനില്ലാത്ത ദിവസം ഞാൻ ഇതാ വയ്ക്കുന്നത് കേട്ടോ. അപ്പോഴും നമ്മുടെ അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് വരും. തലേന്നേ വാങ്ങിച്ചുകൊണ്ട് തരും. ഇത് പകുതിയായി ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കട്ട് ചെയ്യും. അണ്ടിപ്പരിപ്പൊക്കെ പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ, വലിച്ചു പോകത്തില്ലേ. ഞാൻ എന്തായാലും തേങ്ങയൊക്കെ വറുത്ത് നമ്മുടെ സുജാത ചേച്ചിയും കൊണ്ട് അരച്ചൊക്കെ വെച്ചു. എളുപ്പമാവുമല്ലോ. കടുവൊക്കെ പൊട്ടി അരിഞ്ഞും വെച്ചു കേട്ടോ. എല്ലാം അരിഞ്ഞും വെച്ചു. പിന്നെ നമുക്ക് ഇട്ട് വഴറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിലപ്പം കരണ്ട് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങ് വറുത്ത് അരച്ച് വെച്ചു. ഇതൊന്ന് നമ്മുടെ ഈ കിഴങ്ങുള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിച്ചില്ലേ, മറ്റേ നമുക്ക് കിട്ടത്തില്ലല്ലോ. നേരത്തെയൊക്കെ നമ്മുടെ അമ്മയൊക്കെ പറങ്ങാവിനകത്ത് പോയി പറങ്ങാണ്ടി പറിച്ചുകൊണ്ട് വന്ന് അങ്ങനെയുള്ള തീയലായിരുന്നു നമ്മൾ നേരത്തെയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ആ സംഭവം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചത് വെച്ചിട്ടിരുന്നു കേട്ടോ. ഒന്നും വേണ്ട, ഇതിനകത്തിട്ട് കഴുകിയൊന്നും വഴറ്റിയെടുത്താൽ മതി. കഴുകി വെച്ചേക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അതും ആയിക്കോളുമല്ലോ. നമുക്ക് ചട്ടിക്കകത്ത് വയ്ക്കാം കേട്ടോ. ഇത് മാറ്റി ചട്ടിക്കകത്ത് വയ്ക്കാം. അതാ ടേസ്റ്റ്. ഞാൻ പിന്നെ ഇത് വഴറ്റാനെടുത്തതാണ്. അപ്പോഴൊന്ന് വഴന്നൊക്കെ വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തീയൽ വയ്ക്കാം. മസാല വേണ്ടവർക്ക് മസാല ഇട്ട് കൊടുക്കാം. അല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും തീയലാവും. പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കരുത്. പിന്നെ തക്കാളിപ്പഴം വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. പുളി പിഴിഞ്ഞ് ഒഴിക്കരുത്. നമ്മുടെ കാക്കക്കുഞ്ഞുങ്ങളെല്ലാം വലുതായതുകൊണ്ട് അമ്മയാണെങ്കിൽ തീറ്റി കൊണ്ടുവന്ന് ഇവരുടെ വായി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചുണ്ടിലോട്ട് വെച്ച് അതാണ് ഈ കേൾക്കുന്നത്. ചുണ്ടങ്ങാണ്ടിരിക്കൊണ്ട് അമ്മയും മക്കളും കൂടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ആഞ്ഞിലിയുടെ മുകളിൽ അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഇറങ്ങി തുടങ്ങി കേട്ടോ. നമുക്ക് ഈ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റിട്ട് ഇത് നമ്മുടെ വലിയ ചട്ടിയൊക്കെ കേട്ടോ. സംഭവം ഇത്രയൊന്നും കാണത്തില്ല. ഇച്ചിരി ഉണ്ടെങ്കിലും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി ആണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തേങ്ങയും മല്ലിയും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വെച്ചു. നന്നായിട്ട് വഴന്നു കേട്ടോ. എല്ലാവരും ഒക്കെ വെക്കുമെന്നോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലടത്ത് ഏത്തക്കൊന്നും ഇടത്തില്ല. അല്ല നമ്മൾ
ഇത് മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് തേങ്ങാക്കൊത്തോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോഴൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കലക്കിച്ച് വെക്കാം. നമ്മുടെ സംഭവങ്ങളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നു. ഇനി നമുക്ക് ചട്ടിയിലോട്ടാക്കി കൊടുക്കാം കേട്ടോ. ചട്ടിയിൽ വെക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരുന്നത് അല്ലേ. തീയലൊക്കെ ഇഞ്ചിക്കറി, മോര് കറി അതൊക്കെ നമ്മൾ ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. നല്ല ടേസ്റ്റാണ്. ചട്ടിയിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഗ്രേവി കൂട്ടനെ ഇങ്ങോട്ട് ചേർക്കാം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ. നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. കറിയല്ല ഇത്, ഇങ്ങനെ തൊട്ട് കൂട്ടത്തില്ലേ, തൊട്ട് കൂട്ടാൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങ് വെള്ളമല്ല. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ഇവിടെ തീയൽ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കറികളില്ലയോ വെക്കുന്നതേ. നമ്മളിവിടൊക്കെ തീയൽ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ വെക്കും കേട്ടോ. എനിക്കറിയത്തില്ല ഇവിടെ തന്നെ മറ്റുള്ളവർ വെക്കുന്നൊന്നും നമുക്കറിയാൻ വയ്യ കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിൽ ഇത് നമ്മൾ നേരത്തെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കിടുക്കാച്ചി ഐറ്റമാണ്. എല്ലാവരും വെച്ച് നോക്കണം. എന്നിട്ട് തുള്ളിച്ചാടും. ഇത് കഴിച്ച ഉടനെ തുള്ളിച്ചാടും. തുള്ളിച്ചാടാത്തവർ പോലും ഈ സുപ്പൊക്കെ അതല്ലേ ഇതൊക്കെ കഴിച്ചിട്ടല്ലേ ഇവിടെ തുള്ളിച്ചാടുന്നത്. അപ്പോഴിനി നന്നായിട്ട് തിളക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക്. നമ്മുടെ അണ്ണന് ഇത് ഭയങ്കര ഇഷ്ടം. അതാ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നേ കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നമ്മുടെ വഴറ്റിയതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് വേണമല്ലോ. ഇച്ചിരി എരിവും ഒക്കെ വേണം കേട്ടോ. തീരെ അങ്ങ് എരിവും ഇല്ലാതെ വരരുത്, വേണം. തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് കാണാം. തിളച്ച് റെഡിയായി വരട്ടെ. അപ്പോഴത്തേന് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണം എനിക്ക്. ഞാൻ വിചാരിച്ചു പച്ചടി വെക്കാൻ. പച്ചടിയൊക്കെ വെക്കാം. തൈരൊക്കെ എടുത്ത് വെച്ചേക്കും. സെറ്റാവട്ടെ. അടയ്ക്കാനുള്ള പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ട് വട്ടം നടന്ന് പാത്രം നോക്കുന്നത്. അപ്പോഴേ അത് വേവട്ടെ. നിങ്ങളൊക്കെ പിന്നെ നമ്മുടെ വിഷുവിന് വെച്ച വെള്ളരിക്കായി എടുത്തോ? ഞാൻ ഇതുവരെ എടുത്തില്ലായിരുന്നു. ഇന്നിത് നമ്മൾ എടുക്കാൻ പോവുക നമ്മുടെ കണി വെള്ളരിക്ക കേട്ടോ. ഇന്ന് ഇതും കൊണ്ടാണ് നമ്മൾ പച്ചരി ഉണ്ടാക്കുന്നത്. അരിഞ്ഞൊക്കെ വെക്കട്ടെ. 1 മാസമായെന്ന് തോന്നുന്നല്ലേ. 1 മാസമായി കറക്റ്റ്. അപ്പോഴൊന്ന് അരിഞ്ഞുണ്ടാക്കാൻ വരട്ടെ ഞാൻ കേട്ടോ. പന്നലായതേ ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതല്ല കേട്ടോ, വെളിയിൽ വെച്ചിരുന്നതാണ്. ഇതേ നല്ല അകത്ത് നല്ല മാതളമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തീയിലൊക്കെ സെറ്റായിട്ട് വന്നു. ഉപ്പ് നോക്കണം. പിന്നെ പച്ചടിക്ക് ഇവിടെ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചു. സൂപ്പറാന്നും കേട്ടോ. ഒന്നും വേണ്ട, കിടുവാണ്. അടിപൊളിയാണ് കേട്ടോ. ഒന്നും ഞാൻ രണ്ടാമത് ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോഴടച്ച് വെച്ച് അപ്പോഴാണ് തുറക്കുന്നത് കേട്ടോ. നല്ല കിടുവാണ് ഇന്നത്തെ നമ്മുടെ തീയൽ കേട്ടോ. ഞാൻ വെറുതെ കൊതിപ്പിക്കുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ടല്ലോ, അപ്പോഴുണ്ടാക്കി അപ്പോഴും കഴിക്കുന്നത്. നമ്മുടെ അണ്ണ ഇന്നലെ ചെറിയ മധുരവും പുളിപ്പുമായിട്ടുള്ള മാങ്ങയുണ്ടല്ലോ, വലിയ പന്ത മാങ്ങ, അത് കൊണ്ടുവന്നു. രാത്രി തന്നെ പകുതി ഞാനങ്ങ് കഴിച്ച് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ മധുരവും പുളിപ്പും കൂടെ ഉള്ള മാങ്ങ ഇച്ചിരി ഉള്ളൂ, ഇത് ഇടാന്ന് വിചാരിച്ചു. നല്ല സൂപ്പറാണ് കേട്ടോ. തീയലായി. ഒത്തിരി പറ്റണ്ട കേട്ടോ. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിനകത്തിരുന്ന് വറ്റിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അച്ചാറിടാം. നമ്മൾ കടുക് വറക്കാൻ എണ്ണയൊക്കെ വെച്ചു, കടുകൊക്കെ ഇട്ടു, പൊട്ടിത്തെറിച്ച് തുടങ്ങി. കറിവേപ്പില ഇട്ട് കൊടുത്തു. എല്ലാവരും ചെയ്യുന്നേ ആവും ഇങ്ങനല്ലേ, ഞാൻ മാത്രമല്ലായിരിക്കും. അത്
നന്നായിട്ട് പൊട്ടിയല്ലേ. ഇനി തീ ഓഫാക്കിയിട്ട് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ചല്ലേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ കേട്ടോ, ഇച്ചിരി ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി. കായത്തിനെ അതിന് പിസ്സ ഇട്ട് കൊടുത്തില്ല. പിന്നെ നമുക്ക് വിനാഗിരി വെക്കണം. എൻ്റെ വിനാഗിരി എന്ത് ചെയ്യും? കുറച്ച് വിനാഗിരി. ഓഫാണ്, തീയെ നമ്മൾ ഇടരുത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ തവി എടുത്ത് അതിൻ്റെ അത് പോവും, പനിലാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. നമുക്ക് തീ ഇട്ടിട്ട് നമ്മൾ അവസാനമാണ് ഉലുവാപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതേ ഈ പഴുത്ത് വരുന്ന എന്താ കുമ്പഴപ്പെണ്ണോ അങ്ങനെ പറയാൻ ആ മാങ്ങ കേട്ടോ. ഇച്ചിരി മധുരം പുളി അതൊക്കെ ഉള്ളതാ കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. നമുക്ക് അപ്പോഴും അത് കഴിക്കാം. നമ്മുടെ വെള്ളരിക്ക ഒത്തിരി സമയമാവില്ലേ. ഞാൻ പച്ചരിക്കൊക്കെയാണ് അരച്ചൊക്കെ ചേർത്തിട്ട് വരക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മളത് എടുത്ത് കഴിക്കുക. ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ വെച്ചേക്കാൻ. ഉച്ചയാകുമ്പോഴത്തേനും നമ്മുടെ മാങ്ങ സെറ്റാവും. നമുക്ക് ചോറുള്ള സമയമാകുമ്പോഴത്തേനും ഇച്ചിരി ഓഫാക്കാം. സംഭവം കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. കഴിച്ച് പൊള്ളും, ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പം കഴിക്കാം, പെട്ടെന്ന് നമ്മൾ കഴിച്ച് തീർക്കത്തില്ല അങ്ങനെ. ഇനി ഞാൻ പച്ചരിക്കൊക്കെ ഉപ്പുണ്ടോ നോക്കട്ടെ ഒന്നും കൂടെ. ഉപ്പ്, പുളി, മധുരം, വിരലും കൂടെ നക്കുക. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടോ. ഇനി ഞാനേ പച്ചരിക്കൊക്കെ അരച്ചൊക്കെ ചേർത്തിട്ട് വരും. ഒത്തിരി സമയമാവും അല്ലെങ്കിൽ. അങ്ങനെ നമ്മളെ പച്ചടിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ച് ഇനി കടുക് വറുത്താൽ മതി. ഏത്തയ്ക്ക തോരൻ വയ്ക്കാനും ഞാൻ അങ്ങോട്ട് അരിഞ്ഞ് വെച്ചു. ഇനി അത് സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ മതി. പപ്പടം കാച്ചി വെച്ചു മതിയല്ലോ. പിന്നെ അകത്ത് മോര് ഇത്തിരി കൂടി ഇരിക്കുന്നു കേട്ടോ. ഇനിയിപ്പം കറി ഞാൻ വേറെ വെക്കുന്നില്ല കേട്ടോ. കറി ഇരിപ്പുണ്ട്. ഇനി എന്തിനാ കറി ഇരിക്കുന്നതിൻ്റെ മേളിൽ നമ്മൾ കറി വെക്കേണ്ട കാര്യമില്ല. മീനില്ലെന്നല്ലേ ഉള്ളൂ. ഒരു ദിവസം ഇങ്ങനെയും പോകട്ടെ. അതേ നമ്മുടെ തോരനും അങ്ങനെ റെഡിയാവും. ഏത്തക്ക ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വാങ്ങിച്ചെന്ന്. പയറൊക്കെ ഇട്ട് നമുക്ക് വെക്കാം. ഏത്തക്ക തോരനൊക്കെ വെക്കാം അല്ലേ. പക്ഷെ ഇതിൽ പയറൊന്നും നമ്മൾ ഇടുന്നില്ല. ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ടേക്കാം. നമ്മുടെ തോട്ടത്തിലേ അല്ലേ. ഇവരൊന്ന് കൂട്ടാവട്ടെ കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി കടുകും കൂടെ വറുത്തിട്ടാൽ മതി കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും പച്ചടിക്ക് കടുക് വറക്കണം. മഴക്കോൾ ഇവിടെ ഇന്ന് മഴയാന്ന് തോന്നുന്നു. ഒന്ന് വേവട്ടെ കേട്ടോ. അരച്ചിട്ട് കൊടുത്താലേ ഉള്ളൂ. ഒന്ന് വേവട്ടെ. മഴക്കോൾ ഇന്ന് മഴയാന്ന് തോന്നുന്നു. പാത്രമെല്ലാം കഴുകി വെച്ചത്. ഇനി കൊച്ചുമോളെ കൂടെ കഴുകി വെച്ചാൽ മതി. അങ്ങനെ അവർ കൂട്ടൊക്കെ കൂടി. ഒത്തിരി കൂട്ട് കൂടണ്ട കേട്ടോ. ഇത്തിരി കൂട്ടൊക്കെ കൂടിയാൽ മതി. നല്ല ഏത്തക്കയായിരുന്നു കേട്ടോ. എനിക്കൊന്ന് നാടൻ ഏത്തക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെച്ച് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. കടുക് വറക്കേ. ഞാൻ വിചാരിച്ചു എന്തായാലും തോരന് കടുക് വറക്കണം. എന്നാൽ പിന്നെ രണ്ടിനും കൂടെ അങ്ങ് ഒരുമിച്ച് കടുക് വറക്കാൻ വിചാരിച്ചു കേട്ടോ. എൻ്റെ മുളക് വെള്ളത്തിൽ എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇത്തിരി വെള്ളം അവിടെ ഇരുന്നേ. സാരമില്ല, നമുക്കൊന്ന് തുടച്ചിട്ടിട്ടാലേ കുഴപ്പമില്ലല്ലോ. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ, ചടപടാന്ന് പൊട്ടട്ടെ. ഇനി
നമ്മുടെ പരിപാടി വരും. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി വരും. ഇന്ന് വലുതായിട്ട് അലക്കാനൊന്നും ഇല്ല കേട്ടോ, ഇന്നൊന്നും ഇല്ല. ഓ ഇനി എവിടെ എങ്കിലും പാത്രം ഇരുന്നാണ് പണിയൊന്നുമില്ലേ. ഇന്നലെ തുണിവസ്ത്രത്തിൽ കഴിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഉള്ള കമ്പനിക്കും കൊടുത്ത് അവളങ്ങ് ചെയ്ത് തരുമല്ലോ, കുഴപ്പമൊന്നുമില്ല. അവിടെ മിടിക്കുകയായി, അവിടെ മിടിക്കുക കേട്ടോ. നമ്മുടെ വെള്ളരിക്ക പച്ചടിക്കും ഓരോന്നും കൂടെ കടുക് വറുക്കും. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ 2-3 കൂട്ടത്തിൽ ഇങ്ങനെ കടുക് വറുക്കും. അങ്ങനെ തന്നെ എണ്ണയ്ക്ക് ഒരുപാട് എന്താ ചിലവില്ലായിരുന്നു. നമ്മൾ ഓരോന്നിനും കടുക് വറക്കാൻ പോകുമ്പോഴാണ് എണ്ണ ചിലവാകുന്നത് അല്ലേ. ആന്ന് കടുക് കടത്ത് തുറന്നിരിക്കരുത്, ഇത്തിരി നേരം ഒന്ന് ഇരിക്കട്ടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതേ നമ്മുടെ പച്ചരിക്കൂട്ടൻ ഇവിടെ റെഡിയായി. കടുക് വറക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇവിടെ വരെ തുടച്ചിടും. ഇനി ഇത്രയും സ്ഥലം കൂടെ തുടച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും ഇത്തിരി നേരം ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ചോറുണ്ണാനേ വരത്തുള്ളൂ, പിന്നെ 4 മണിക്ക് ചായ ഇടാം, അതേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ അടുക്കളയിൽ കിടന്ന് ഉരുളേണ്ട കാര്യമില്ലല്ലോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഈ പിള്ളേർ എന്നെ കൊണ്ട് എല്ലാം വാങ്ങിപ്പിക്കും. പക്ഷേ ഈ പിള്ളേരുടെ അടുത്ത് കഴിക്കത്തില്ലൊന്നും. ഇനിയിപ്പോൾ ഞാൻ തന്നെ കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. ഒരു 2 ആഴ്ചയായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. കുരു വലുതല്ല, ഒരുപാടുമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പണിയില്ലായിരുന്നു കേട്ടോ. നല്ല മധുരമുണ്ട്. ഫ്രിഡ്ജിൽ ഇരുന്നതായതുകൊണ്ട് ഒരു നല്ല തണുപ്പും. കൊതി വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മധുരമുള്ള തണ്ണിമത്തങ്ങ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കുരു ചെറുതായി ഇതിൻ്റെ, പക്ഷെ ചെറുതിനകത്ത് ഒത്തിരി വലിയതുമാണ്. അടിച്ച് പിടിച്ച ഒരാളെ ഇരുത്തി ഞാൻ കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ. വേണ്ടാമേ എന്നൊക്കെ പറഞ്ഞു. ചോറ് കഴിക്കാൻ ഇനി ഇത്തിരി സമയമുണ്ട്. നമുക്ക് ഇത് ഒഴിച്ചിട്ടിരിക്കാമല്ലേ, റെസ്റ്റ് എടുക്കാം. വെറുതെ ഇങ്ങനെ വായി നോക്കാം, പക്ഷേ ഇവിടെ ആരും ഇരിക്കും ഈ സമയത്ത് കേട്ടോ. നമ്മുടെ റോഡേക്കടെ പോലും ഈ സമയത്ത് ആരും വരത്തില്ല. ഉച്ച 12 മണിയൊക്കെ ആയല്ലേ. ഞാൻ കുടിക്കട്ടെ കേട്ടോ. മഴക്കോളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. പപ്പയുടെ ഡ്രസ്സ് ഇറക്കിയിടാൻ പോകുന്ന ഒരാൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നെന്ന്. മഴ എവിടെയൊക്കെയോ എന്തോ എവിടെയോ മഴയായതേ ഉള്ളൂ. ഇവിടെ തുമ്മലും ചീറ്റലും ഒക്കെ തുടങ്ങി. ഒരാളത് തുണി വറക്കാൻ പോയത്. നല്ല എന്താ ഇടിയും മുഴങ്ങുന്നുണ്ട് കേട്ടോ. മഴ പെയ്യും ഇനി താമസിക്കാതെ. അപ്പോൾ കറണ്ടൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പനിയൊക്കെ ആയെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇവിടെ കേട്ടോ. തുമ്പലും ചീറ്റലും ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതേ മഴക്കോളൊക്കെ ആയി കേട്ടോ.